ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഡി സി മെഷീൻ ട്രാൻസ്ഫോമറിൽ പാർട്ട് 2 മൊഡ്യൂൾ 5ൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ പാർട്ട് 2ൽ നമുക്ക് സിലബസ് ഒന്ന് നോക്കാം. അവിടെ പാർട്ട് 2ലെ സബ്നെസ് ടെസ്റ്റ്, വോൾട്ടേജ് എഫിഷ്യൻസി, ഓട്ടോ ട്രാൻസ്ഫോമർ, സേവിങ് ഓഫ് കോപ്പർ, പിന്നെ റേറ്റിംഗ് ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ, പാരലൽ ഓപ്പറേഷൻ, സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ, പിന്നെ അതിൻ്റെ കണ്ടീഷൻസ്, പാരലൽ ഓപ്പറേഷൻസിൻ്റെ കണ്ടീഷൻസ്, പിന്നെ ടാപ്പ് ചേഞ്ചസ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പാർട്ട് 2ൽ മൊഡ്യൂൾ 5ൻ്റെ പാർട്ട് 2ൽ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ കുറച്ച് ഡെറിവേഷൻസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നു വിചാരിക്കുന്നു. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എടുക്കാതെ പോയിട്ടുള്ളൊരു ടോപ്പിക്കാണ് EMF ഇക്വേഷൻ. അപ്പോൾ EMF ഇക്വേഷനെ പറ്റിയിട്ടും ഇതിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ EMF ഇക്വേഷൻ ഒരു ട്രാൻസ്ഫോമറിൻ്റെ EMF ഇക്വേഷനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് EMF ഇക്വേഷൻ എങ്ങനെയാണെന്ന് പരിചയപ്പെടാം. ഇപ്പോൾ സൈൻ വേവ് ആണ്. ഇപ്പോൾ ഒരു AC സൈൻ വേവിൻ്റെ ഒരു ഇതാണ്. ഇപ്പോൾ ഇതാണല്ലോ സൈൻ വേവ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം T/4 × F ആണ് ഇത്രയും ഭാഗം. T എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/F ആണ്. അപ്പോൾ നമുക്ക് N1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് ആണ്. N2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ആണ്. φm മാക്സിമം ഫ്ലക്സ് ഇൻ കോർ ഇൻ വെബേഴ്സിലാണ് പറയാം. അപ്പോൾ നമുക്ക് അതിനെ φmനെ നമുക്ക് BM × A എന്ന്, അതായത് BM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ചെയ്താലും നമുക്ക് φm കിട്ടില്ല. ഓക്കെ, എന്താണ് അതിൻ്റെ ഇക്വേഷൻ എന്താ വരിക? BM = 5/A അങ്ങനെ എഴുതിക്കൂടെ നമുക്ക്. ഓക്കെ, ഇനി ഫ്രീക്വൻസി F എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീക്വൻസിനെയാണ് F എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഫ്ലക്സിന് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ φm/1/F ആണ്. അപ്പോൾ അത്രയും ആവറേജ് വരും. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്നുകൂടി മോഡിഫൈ ചെയ്ത് എഴുതാം. 4φm വെബേഴ്സ് എന്ന് എഴുതാം, അല്ലെങ്കിൽ അതിന് വോൾട്ട് എന്ന് എഴുതാം. വെബർ/സെക്കൻഡ് ഓർ വോൾട്ട് എന്ന് എഴുതാം. ഇനി ആവറേജ് EMF പെർ ടേൺ, ഒരു ടേണിൽ അല്ലെങ്കിൽ പെർ ടേണിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ആവറേജ് EMFനെയാണ് കാണാണ്ട ഇക്വേഷനാണ് 4 × 5m വോൾട്ട്. 4 × 5m വോൾട്ട്. ഓക്കെ, നമുക്ക് സിൻസോഡലാണെങ്കിൽ, അതായത് AC വേവ്സിൽ നമ്മൾ ഫോം ഫാക്ടറും കൂടി ആഡ് ചെയ്യണം. എന്താണ് ഈ ഫോം ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഫോം ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RMS വാല്യൂ ബൈ ആവറേജ് വാല്യൂവിനാണ് നമ്മൾ ഫോം ഫാക്ടർ എന്ന് പറയുന്നത്. എന്താണ് RMS വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് മീൻ സ്ക്വയർ ആണ്. ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂവിൻ്റെ ഇതിനാണ് എന്താ പറയുക ആവറേജ് വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ RMS ബൈ ആവറേജ് ചെയ്യുമ്പോൾ നമുക്കിത് ഡിറൈവ് ചെയ്തിട്ട് നമ്മൾ ചെറിയ ക്ലാസ്, അതായത് നമ്മൾ സെക്കൻഡ് സെമ്മിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഇതിന് പറ്റിയിട്ട്. അപ്പോൾ ഫോം ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RMS ബൈ ആവറേജ് ആണ്. അത് നമുക്ക് 1.11 എന്നാണ് ഫോം ഫാക്ടർ കിട്ടുക. അപ്പോൾ AC വേവ്സിൽ മാത്രമേ ഇങ്ങനെ ഫാക്ടേഴ്സിന് കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരണുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ ഇതും കൂടി നമുക്ക് മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? RMS വാല്യൂവിന് എങ്ങനെ കിട്ടും? 1.11 ഇൻറ്റു നമ്മൾ എപ്പോഴും നമ്മളെ ACയിൽ നമ്മൾ RMS വോൾട്ടേജ് അല്ലെങ്കിൽ RMS കറൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ പറയാം. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ RMS വാല്യൂ ഓഫ് EMF പെർ ടേൺസ് എത്രയാണ്? 1.11 × 4φm. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 4.44φm വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഇനി ഇതാണ് ഇപ്പോൾ RMS വാല്യൂസ് പെർ ടേണിൽ ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഇനി നമ്പർ ഓഫ് ടേൺസ് ആണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻഡ്യൂസർ EMF പെർ ടേൺസ് ഇൻറ്റു നമ്പർ ഓഫ് പ്രൈമറി ടേൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അത് കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? അതിൻ്റെ ഇക്വേഷൻ നമുക്ക് ഒന്നുകൂടി മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? അതിൽ നമുക്ക് N1 നമ്പർ ഓഫ് പ്രൈമറിയിൽ അല്ലെങ്കിൽ നമ്പർ ഓഫ് സെക്കൻഡറിയിലാണെങ്കിൽ E2 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, E1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4.445F_N1 ആണ്. അതുപോലെ അതിന് നമുക്ക് ഈ 5mൻ്റെ ഭാഗത്ത് BM × A നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടും കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതാണ് പ്രൈമറിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFൻ്റെ ഫോർമുല. ഇനി സെക്കൻഡറി ആണെങ്കിൽ ഒന്നുമില്ല, ഒറ്റ മാറ്റമുള്ളൂ, ഇവിടെ N2 എന്ന് വരും. അപ്പോൾ 4.445
N2F എന്ന് വരും. ഇതാണ് അതിൻ്റെ ഫോർമുലയായിട്ട് നമുക്ക് എഴുതാൻ പറ്റിയത്. അപ്പോൾ എഫ് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ, നമുക്ക് എഫ് പ്രൈമറിയിലും സെക്കൻഡറിയിലും ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആണ്, നമ്പർ ഓഫ് ടേൺസിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് EMF ഇക്വേഷൻ, ഒരു ട്രാൻസ്ഫോമറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജിൻ്റെ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെയാണ് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. EMF ഇക്വേഷൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇത്, എല്ലാ പ്രാവശ്യവും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സബ്നെസ് ടെസ്റ്റ് ആണ്. സബ്നെസ് ടെസ്റ്റ് നമ്മൾ ഏതൊക്കെ ടെസ്റ്റ് പഠിച്ച്, ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ്, ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ്, ഇനി നെക്സ്റ്റ് സബ്നെസ് ടെസ്റ്റ് ആണ് പഠിക്കാനുള്ളത്. ഈ സബ്നെസ് ടെസ്റ്റിന് വേറൊരു പേര് പറയും ബാക്ക് ടു ബാക്ക് ടെസ്റ്റ്. അതായത് ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് മറ്റു ട്രാൻസ്ഫോമറിന് കണക്ട് ചെയ്യുന്ന ആ ഒരു വിധത്തിലാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, എന്താണ് സബ്നെസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തിനാണ് സബ്നെസ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്? എഫിഷ്യൻസിയും റെഗുലേഷനും അതുപോലെ തന്നെ ടെമ്പറേച്ചർ റൈസും ഒരു ട്രാൻസ്ഫോമറിൽ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സബ്നെസ് ടെസ്റ്റ് അല്ലെങ്കിൽ ബാക്ക് ടു ബാക്ക് ടെസ്റ്റ്. ബാക്ക് ടു ബാക്ക് എന്ന് പറഞ്ഞാൽ കണക്ഷനെ ബേസിലാണ് കേട്ടോ പറയുന്നത് ബാക്ക് ടു ബാക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ട്രാൻസ്ഫോമറും ഫുൾ ലോഡിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക, അതായത് വിത്തൗട്ട് മച്ച് എക്സ്പെൻഡിച്ചർ ഓഫ് പവറിൻ്റെ എക്സ്പെൻഡിച്ചർ ഇല്ലാതെ തന്നെ. അപ്പോൾ ഇവിടെ നോക്കൂ, ദ പവർ റിക്വയർഡ് ദ കണ്ടക്ട് ടെസ്റ്റ് ഈസ് ഈക്വൽ ടു ദ ലോസസ് ഓഫ് ദ ടു ട്രാൻസ്ഫോമർ. അതായത് ഇവിടെ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. അതായത് രണ്ട് ടെസ്റ്റിൻ്റെയും അതായത് നമ്മൾ ഇപ്പോൾ ഈ ടെസ്റ്റിൽ നമ്മൾ ലോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ടോട്ടൽ പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോസസിൻ്റെ സമ്മായിരിക്കും രണ്ട് ഈക്വൽ ടു ലോസസ് ഓഫ് ടു ട്രാൻസ്ഫോമർ. രണ്ട് ട്രാൻസ്ഫോമറിൻ്റെയും ലോസസ് ആയിരിക്കും ഇതിൻ്റെ പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ട്രാൻസ്ഫോമറാണ്, ഐഡൻറ്റിക്കലായിട്ടുള്ള രണ്ട് ട്രാൻസ്ഫോമറാണ് ഈ സബ്നെസ് ടെസ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡയഗ്രാം നോക്കാം. ഇതാണ് സബ്നെസ് ടെസ്റ്റിൻ്റെ ഡയഗ്രാം. ഇവിടെ നമുക്ക് ഒരു വാട്ട് മീറ്റർ W1 ഉണ്ട്, A1 ഉണ്ട്. A1 എന്താണ്? അമ്മീറ്ററാണ്. ഇവിടെ സപ്ലൈ കൊടുത്തിട്ട് ഇതാണ് ട്രാൻസ്ഫോമർ 1. അപ്പോൾ ട്രാൻസ്ഫോമർ 1ന് നേരെ എന്താണ് ഔട്ട്പുട്ട്? ഇവിടെ നോക്ക്, ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നോക്കൂ, ഇവിടെ ഇങ്ങനെ നേരെ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫോമിലാണ് ഇതാണ് ഇതിനാണ് എന്താ പറയുന്നത്, ബാക്ക് ടു ബാക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ W2 വാട്ട് മീറ്റർ റീഡിങ് ഇവിടെ മെഷർ ഉണ്ട്, അതുപോലെ A2. ഓക്കെ, പിന്നെ ഒരു റെഗുലേറ്റിംഗ് ട്രാൻസ്ഫോമർ കൂടി കൊടുക്കും. അപ്പോൾ ഒരു ചെറിയ റെഗുലേറ്റിംഗ് ട്രാൻസ്ഫോമർ, അതായത് വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ട്രാൻസ്ഫോമറും കൂടി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ട്, വളരെ സിമ്പിളായിട്ടുള്ള സർക്യൂട്ടാണ് ഇത്. നിങ്ങളൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇവിടെ നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ T1 ഔട്ട്പുട്ട് നേരെ ഈ T2 കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല ഇതിൻ്റെ സർക്യൂട്ട് എന്തായാലും പഠിച്ചു വെക്കുക. സബ്നെസ് ടെസ്റ്റ് ചോദിക്കലുണ്ട്, എക്സാമിന് ചോദിക്കലുണ്ട്. നമ്മൾ ഇത് തയ്യാറാക്കിയാണത് എക്സാമിന് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മാത്രം കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചു പോവുക നിങ്ങൾ. ഇതിൽ ഇപ്പം ഈ EMF ഇക്വേഷനൊക്കെ നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ EMF ഇക്വേഷനിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ പ്രോബ്ലംസൊക്കെ വർക്കൗട്ട് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ പ്രോബ്ലംസൊക്കെ ഇത് ബേസിലുള്ള പ്രോബ്ലംസൊക്കെ നോക്കുക. ഞാൻ പറഞ്ഞ സ്റ്റാൻഡേർഡ് ടെസ്റ്റുകൾ റെഫറൻസ് ചെയ്യുക, പിന്നെ നല്ല പ്രോബ്ലംസൊക്കെ വർക്കൗട്ട് ചെയ്തിട്ട് പോവാം. അപ്പോൾ ഇനി നോക്കുക, ഇവിടെ സർക്യൂട്ട്സിനെ പറ്റിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ എങ്ങനെയാണ് സർക്യൂട്ടിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഓപ്പറേഷനാണ്. അപ്പോൾ ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം W1 എന്താണ്? കോർ ലോസസ് ആണ്. രണ്ട് ട്രാൻസ്ഫോമറിൻ്റെയും കോർ ലോസസിനാണ് W1 എന്ന് പറയുന്നത്. W2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ലോഡ് കോപ്പർ ലോസ് ഓഫ് ടു ട്രാൻസ്ഫോമർ. W2 ഫുൾ ലോഡ് കോപ്പർ ലോസും രണ്ട് ട്രാൻസ്ഫോമറിൻ്റെയും ഫുൾ ലോഡിൽ വരുന്ന ടോപ്പർ. അപ്പോൾ രണ്ട് ലോസസിൻ്റെ, അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ഫുൾ ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ലോസസ് ഓഫ് ട്രാൻസ്ഫോമർ അറ്റ് ഫുൾ ലോഡിൽ വരുമ്പോൾ രണ്ട് ടോട്ടൽ ലോസ് എങ്ങനെ വരിക? അതിൻ്റെ രണ്ടും കൂടി സം എടുത്താൽ മതി അല്ലേ. അപ്പോൾ W1 + W2 ചെയ്യാം. ഇനി നമുക്ക് ഇത് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്യണം. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ W1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ തരുന്നത്? കോർ ലോസ് ആണ്. അതായത് നമ്മൾ കണക്ഷൻ ഡയഗ്രത്തിൽ നോക്കി W1 നമുക്ക് എന്താ തരിക? കോർ ലോസ് ആണ് തരിക. അപ്പോൾ W2 എന്താ തരിക? ഫുൾ ലോഡ് കോപ്പർ ലോസ് ആയിരിക്കും W2 തരിക. ഓക്കെ, W1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് മീറ്റർ 1 റീഡ് ചെയ്യുന്നത് കോർ ലോസും, W2 എന്ന് പറഞ്ഞിട്ട് W2 എന്ന് പറഞ്ഞ വാട്ട് മീറ്റർ റീഡ് ചെയ്യുക ഫുൾ ലോഡ് കോപ്പർ ലോസും ആയിരിക്കും. ഓക്കെ, പിന്നെ
ഇതാണ് ഇതിൽ മെയിനായിട്ടുള്ളൊരു കൺസിഡറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നെക്സ്റ്റ് അതിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് പോവുക. ഇതിന് ബേസ് ചെയ്തിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിൻ്റെ തിയറിയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ കണക്ഷനും ഇതിൻ്റെ ഓപ്പറേഷനും ഒക്കെയാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് അപ്പോൾ ഇത്രയും നമുക്ക് നോക്കുക. ഇതിലിപ്പോൾ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കാനുള്ളത് W1 നമുക്ക് എന്താ തരിക? W1 റീഡ് ചെയ്യുന്നത് എന്താണ്? കോർ ലോസും W2 റീഡ് ചെയ്യുന്നത് ഫുൾ ലോഡ് കോപ്പർ ലോസാണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ സം പറഞ്ഞിട്ടുണ്ടെങ്കിൽ W1 + W2 ആയിരിക്കും. ഓക്കെ. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജ്, ഈ ഒരു ടെസ്റ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഈ ടെസ്റ്റിന് പവർ വളരെ കുറഞ്ഞ പവർ റിക്വയർമെൻ്റ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതൽ എഫിഷ്യൻ്റ് ആണ് ടെസ്റ്റ്. പിന്നെ ഇതിലൊരു നമുക്ക് എല്ലാ ഫുൾ ലോഡ് കണ്ടീഷനിലായിരിക്കും ഈ ടെസ്റ്റ് നമുക്ക് കാണാൻ പറ്റുക. പിന്നെ അയൺ ലോസസും ഫുൾ ലോഡ് കോപ്പർ ലോസസും നമുക്ക് ഒരുമിച്ച് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. മറ്റേതിൽ നമ്മൾ ഇപ്പോൾ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റും ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ എന്താണ്, ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിൽ നമുക്ക് കോർ ലോസ് മാത്രമേ കിട്ടുള്ളൂ, ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റിൽ കോപ്പർ ലോസ് കിട്ടും. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്ക് ചെയ്യുകയാണെങ്കിൽ കോപ്പർ ലോസും കോർ ലോസും ഒറ്റ ഇതിൽ തന്നെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ഇതിൻ്റെ ടെമ്പറേച്ചർ റേസ് നമുക്ക് ഇതിൽ നിന്ന് നോക്കിയിട്ട് നോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഐഡൻറ്റിക്കലായിട്ടുള്ള 2 ട്രാൻസ്ഫോമറിൻ്റെ ആവശ്യകതയാണ്. ഇനി ഇവിടെ ഓൾ ഡേ എഫിഷ്യൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓൾ ഡേ എഫിഷ്യൻസി ഓർ എനർജി എന്നൊക്കെ നമ്മൾ പറയും. ഓൾ ഡേ എനർജി അല്ലെങ്കിൽ ഓൾ ഡേ എഫിഷ്യൻസി എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഓൾ ഡേ എഫിഷ്യൻസി നമ്മൾ ട്രാൻസ്ഫോമറുടെ കേസിൽ മാത്രമാണ് പറയുക. എന്തുകൊണ്ടായിരിക്കും ട്രാൻസ്ഫോമർ ഓൾ ഡേ എഫിഷ്യൻസി എന്നുള്ള ഇത് പറയുന്നത്? അതായത് ട്രാൻസ്ഫോമർ നമ്മൾ മെഷീൻസ് മോട്ടറൊക്കെ പോലെയല്ല. മോട്ടറൊക്കെ നമുക്ക് ആവശ്യം വരുമ്പോൾ മാത്രമാണ് ഓണാക്കുക. പക്ഷേ ഈ ട്രാൻസ്ഫോമർ ജനറേറ്ററൊക്കെ ആണെങ്കിൽ അത് 24 hours വർക്ക് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ട്രാൻസ്ഫോമർ കേസിൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറാണ് എടുക്കുന്നത് വിചാരിച്ചു. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റുക? നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ പോകുമ്പോൾ നമ്മളവിടെ കാണാനാണ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ. അതെന്താണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അത് സ്റ്റെപ്പ് ഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വോൾട്ടേജിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുക. മേലെ കൂടി നമുക്ക് പോകുന്ന ട്രാൻസ്മിഷൻ ലൈൻ എത്രയായിരിക്കും? 11 kV നിന്ന് നമുക്ക് എന്ത് കിട്ടും? 11 kV ആയിരിക്കും മേലെ കൂടി പോകണം. അപ്പോൾ ഇനി ആ ട്രാൻസ്ഫോമർക്ക് ഇൻകമിങ് വരുന്നത് എന്തായിരിക്കും? 11 kV ആയിരിക്കും. പിന്നെ അതിൻ്റെ ഔട്ട് എന്താ കിട്ടുക? 450 volt 230 volt ആയിരിക്കും സ്റ്റാൻഡേർഡ് ആയിട്ട് അതിൽ കിട്ടുക. അപ്പോൾ ഇത് സെക്കൻഡറി. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമുക്ക് കാണുന്ന ട്രാൻസ്ഫോമേഴ്സൊക്കെ എപ്പോഴും 24 hour വർക്ക് ചെയ്യുക. അപ്പോൾ 24 hour വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ എഫിഷ്യൻസി കാണാണ്ട് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം കൊമേഴ്ഷ്യൽ എഫിഷ്യൻസി കാണാണ്ട് ഇക്വേഷൻ എന്താണ്? ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് ആണെന്ന് അറിയാം. ഓക്കെ. അപ്പോൾ ഓൾ ഡേ എഫിഷ്യൻസി കാണാണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് kWh ഔട്ട്പുട്ട് ഇൻ 24 hours, kWh ഇൻപുട്ട് ഇൻ 24 hours. അപ്പോൾ ഇതാണ് ഓൾ ഡേ എഫിഷ്യൻസിൻ്റെ ഇക്വേഷൻ. ഓക്കെ. അപ്പോൾ 24 hourലും ഉണ്ടാകുന്ന ഔട്ട്പുട്ടും 24 hourലും ഉണ്ടാകുന്ന ഇൻപുട്ടും തമ്മിലുള്ള ഇതിനാണ് എന്ത് പറയുന്നത്? ഓൾ ഡേ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓൾ ഡേ എഫിഷ്യൻസി കാണാണ്ട് ഇക്വേഷനാണിത്. അപ്പോൾ എന്താണ് ഓൾ ഡേ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 24 hours ടൈം പീരീഡിൽ ഉണ്ടാകുന്ന ഇതിനാണ് എന്ത് പറയുന്നത്? ഓൾ ഡേ എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ. അത് തമ്മിലുള്ള ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിലുള്ള റേഷ്യോനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓൾ ഡേ എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്. നമ്മൾ എഫിഷ്യൻസി എപ്പോഴും കാണുന്ന ഫോർമുല വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് കൊടുക്കൽ, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. പക്ഷേ എന്താണ് ഇവിടെ 24 hours റൺ ചെയ്യുന്ന ആ ഒരു ടൈം പീരീഡും കൂടി നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് ഓട്ടോ ട്രാൻസ്ഫോമർ പറ്റിയിട്ടാണ്. ഓട്ടോ ട്രാൻസ്ഫോമറിൽ കുറച്ച് ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓട്ടോ ട്രാൻസ്ഫോമറിലെ സേവിങ് ഓഫ് കോപ്പറിനെ പറ്റിയിട്ടാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോ ട്രാൻസ്ഫോമറിൽ എന്താണ് ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 0 to ദാറ്റ് പെർട്ടിക്കുലർ വാല്യൂ വരെ വേരി ചെയ്യാൻ പറ്റില്ല ഓട്ടോ ട്രാൻസ്ഫോമറിൽ. അപ്പോൾ ഓട്ടോ ട്രാൻസ്ഫോമർ എടുക്കുകയാണെങ്കിൽ നമുക്ക് 0 to 230 volt 230 to 240 volt ഒക്കെ വരെ നമുക്ക് സിംഗിൾ ഫേസ് ഓട്ടോ ട്രാൻസ്ഫോമറിൽ വേരി ചെയ്യാം. 3 phase-ലാണെങ്കിൽ 0 to 450 volt വരെ നമുക്ക് വേരി ചെയ്യാൻ പറ്റും. അപ്പോൾ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ എന്താണ് ഇതിൻ്റെ കോമൺ ആണ്. പ്രൈമറിയും സെക്കൻഡറിയും കോമൺ ആണ്, ഒറ്റ ഇതിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓട്ടോ ട്രാൻസ്ഫോമർ പാർഷ്യലി കണ്ടക്റ്റിംഗ് ആൻഡ് പാർഷ്യലി ഇൻഡക്ഷൻ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ പാർഷ്യലി കണ്ടക്റ്റീവും പാർഷ്യലി ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഓട്ടോ ട്രാൻസ്ഫോമർ
ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒറ്റ വൈൻഡിങ് തന്നെ നമുക്ക് പ്രൈമറി ഒരൊറ്റ വൈൻഡിങ് ഉണ്ടാവുള്ളൂ, അത് പ്രൈമറിയും സെക്കൻഡറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ അഡ്വാൻറ്റേജ് നോക്കാം. ലെസ് കോസ്റ്റ്ലിയാണ്, മറ്റേതിനെ അപേക്ഷിച്ച് ലെസ് കോസ്റ്റ്ലി. പിന്നെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ വേരി ചെയ്യാം, വോൾട്ടേജിന് വേരി ചെയ്യുന്നതിന് റെഗുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബെറ്റർ റെഗുലേഷൻ ആണ്. ലോസസ് നമ്മൾ ഓർഡിനറി വൈൻഡിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ ലോസസ് വളരെ കുറവാണ്. പിന്നെ ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഐസൊലേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. എന്താണ് ഐസൊലേഷൻ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഞാൻ പറഞ്ഞ ഐസൊലേഷൻ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഐസൊലേഷൻ ട്രാൻസ്ഫോമർ പറഞ്ഞിട്ട് ട്രാൻസ്ഫോമർ ഉണ്ട്. എന്തിനാണ് ഐസൊലേഷൻ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്? നമ്മൾ എന്തിനാണ് ഐസൊലേഷൻ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്? അതായത് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐസൊലേഷൻ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ സെപ്പറേഷൻ, ഈ ഒരു സെപ്പറേഷന് ഇതാക്കാതെ, അതായത് സെപ്പറേഷൻ നമുക്ക് ഈ ഒരു ഓട്ടോ ട്രാൻസ്ഫോമറിൽ കിട്ടില്ല. ഈ ഓട്ടോ ട്രാൻസ്ഫർ പാർഷ്യലി ഇൻഡക്ഷൻ പാർഷ്യലി കണ്ടക്ഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ഒരു പിന്നെ പറയാനുള്ളത് സെക്കൻഡറി വൈൻഡിങ്ങും പ്രൈമറി വൈൻഡിങ്ങും അതായത് ഇൻസുലേഷൻ ഉണ്ടാവില്ല. അതായത് പ്രൈമറി വൈൻഡിങ്ങിനും സെക്കൻഡറി തമ്മിൽ യാതൊരു വിധ ഇൻസുലേഷനും ഉണ്ടാവില്ല. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ ലിമിറ്റഡ് പ്ലേസസിൽ നമുക്ക് മാത്രമാണ് വേരിയേഷൻ ഉള്ളൂ ഔട്ട്പുട്ട് വോൾട്ടേജ് റെക്കോർഡ് ചെയ്യുന്നത്. ഇതൊരു ലിമിറ്റഡ് പ്ലേസ് ഉണ്ട് ഇതിൻ്റെ വേരിയേഷന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷനായിട്ട് ഉപയോഗിക്കാം. നമ്മൾ മോട്ടറിൽ സ്റ്റാർട്ടിങ് ഒക്കെ ആയിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാം. അതായത് സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറിൽ നമുക്ക് സ്റ്റാർട്ടിങ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ ഉപയോഗിക്കലുണ്ട്. അതുപോലെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ കേബിൾ ബൂസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട്, അതായത് വോൾട്ടേജ് ഡ്രോപ്പ് വരുമ്പോൾ അതിന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഓട്ടോ ട്രാൻസ്ഫോമർ ഉപയോഗിക്കലുണ്ട്. പിന്നെ ഫാനിൻ്റെ സ്പീഡൊക്കെ നേരെ റേഞ്ചിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ ഉപയോഗിക്കലുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ നോക്കൂ. ഇവിടെ പ്രൈമറി കറണ്ട് പോകുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു ടാപ്പിംഗ് ഉണ്ട്. അപ്പോൾ ഇത് കോമൺ വൈൻഡിങ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ സീരീസ് ആയിട്ടുള്ള വൈൻഡിങ്. അപ്പോൾ ഇവിടെ സെക്കൻഡറി ടാപ്പിംഗ് പോയിൻ്റ് ആണ്. ഇവിടെയാണ് നമ്മൾ സെക്കൻഡറി വോൾട്ടേജ് കിട്ടുന്നത്. അവിടെയാണോ ടാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടുത്തെ കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വൈൻഡിങ് പറയുന്നത് ടോട്ടൽ വൈൻഡിങ്. ഇതാണ് പ്രൈമറി, ഇതാണ് സെക്കൻഡറി. അപ്പോൾ നമ്മൾക്ക് ഈ ഇത്രയും ഭാഗം നമുക്ക് ഇങ്ങനെ കാണാം. NP - NS ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ഭാഗം കിട്ടും. അപ്പോൾ ഇതാണ് സെക്കൻഡറി വൈൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കോമൺ വൈൻഡിങ് ഇവിടെ കണ്ടില്ല, ഇവിടെ ടാപ്പിങ്സ് VS എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്ത് കണ്ടില്ല, അതാണ് സെക്കൻഡറി പോയിൻ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഇതിൻ്റെ കുറച്ച് ഡെറിവേഷൻസും കാര്യങ്ങളുമാണ് ഇവിടെ നമുക്കറിയാം. ഇവിടെ നമുക്ക് N1 - N2 ആണ്, അല്ലെങ്കിൽ നമുക്ക് V1 - V2 എന്ന് കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഇവിടെ നോക്കി വെക്കുക. അപ്പോൾ ഇത് തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷനിൽ എത്താം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എന്ത് കാണാം? V2/V1 N2/N1 ചെയ്തിട്ടുണ്ടെങ്കിൽ K കിട്ടും. K എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ആണ്. അപ്പോൾ ഇതിൽ V/I1, അതായത് പവർ നമുക്ക് നോക്കുകയാണെങ്കിൽ V/I1 = V2/I2. അപ്പോൾ ഇവിടെ വരുന്ന ഇതെന്തായിരിക്കും? സെയിം ആയിരിക്കില്ല. അപ്പോൾ ഇവിടെ V1/I1 = V2/I2. ഇവിടെ നോക്കി നോക്കുക. ഇവിടെ ഇത്രയും ഭാഗമാണ് N1ൻ്റെ ടേൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രൈമറിൻ്റെ ടേൺസ് പറഞ്ഞാൽ ഇത്രയും ഭാഗമാണ്. മൊത്തത്തിലുണ്ട് വൈൻഡിങ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് മൊത്തം എന്താണ്? പ്രൈമറിൻ്റെ ആണ്. അപ്പോൾ സെക്കൻഡറി ആണ് നമുക്ക് എവിടെയാണോ ടാപ്പിംഗ് വരുന്നത് അവിടുന്ന് വരേണ്ട ഈ I2 എന്ന് പറഞ്ഞ കറണ്ട് അത് ലോഡിലൂടെ ഫ്ലോ ചെയ്യണതിനാണ് നമ്മൾ എന്ത് പറയണത്? ഇതിൻ്റെ സെക്കൻഡറി സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ കറണ്ട് പറഞ്ഞാൽ I2 - I1 ആയിരിക്കും. ടോട്ടൽ കറണ്ടിന് ഇത് കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് I2 - I1 ആണ് ഇതിൻ്റെ സെക്കൻഡറി ടെൻസിലുണ്ടാകുന്ന കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിൻ്റെ നെക്സ്റ്റാണ് നമുക്ക് എങ്ങനെയാണ് ഒരു ഔട്ട്പുട്ടിന് പറ്റിയിട്ട് എങ്ങനെ ഔട്ട്പുട്ട് കിട്ടുക നോക്കുക. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഈ ഒരു ഡയഗ്രാം നോക്കിയേക്ക്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് അപ്പാരൻറ്റ് പവറിലായിരിക്കും നോക്കുക. അപ്പോൾ ഔട്ട്പുട്ട് പവർ എങ്ങനെയാണ്? V2/I2 ആയിരിക്കും. അപ്പോൾ അപ്പാരൻറ്റ് പവർ ട്രാൻസ്ഫേർഡ് ഇൻഡക്റ്റീവ്ലി. അപ്പാരൻറ്റ് പവർ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഇൻഡക്റ്റീവായിട്ടായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താണ്? V2 × I2 - I1. ഇവിടെ ഉണ്ടാകുന്ന കറൻറ്റിനാണ് I2 - I1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ V2/I2 - K/I2 എന്ന് എഴുതാം. നമുക്ക് I1നെ നമുക്ക് K/I2 എന്ന് എഴുതാം. അപ്പോൾ V2/I2
ഇൻറ്റു 1 മൈനസ് കെ നമുക്ക് എഴുതാമല്ലോ. അപ്പോൾ അതേപോലെ തന്നെ V1 I1 ഇൻറ്റു 1 മൈനസ് കെ എന്ന് എഴുതാം. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. പവർ ട്രാൻസ്ഫേർഡ് ഇൻഡക്റ്റീവിൽ ഇൻപുട്ട് ഇൻറ്റു 1 മൈനസ് കെ എന്ന് വരും. അപ്പോൾ നമുക്ക് പവർ ട്രാൻസ്ഫർ ഇൻഡക്റ്റീവ്ലി ആകുമ്പോൾ നമുക്ക് ഇൻപുട്ട് ഇൻറ്റു 1 മൈനസ് കെ എന്ന് എഴുതാം. അപ്പോൾ പവർ ട്രാൻസ്ഫർ കണ്ടക്റ്റീവ്ലി ആകുമ്പോൾ ഇൻപുട്ട് മൈനസ് ഇൻപുട്ട് ഇൻറ്റു 1 മൈനസ് കെ എന്ന് വരും. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ഒന്നുകൂടി ഇൻപുട്ട് 1 മൈനസ് കെ എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്യുമ്പോൾ കെ ഇൻറ്റു ഇൻപുട്ട് എന്ന് കിട്ടും. ട്രാൻസ്ഫേർഡ് കണ്ടക്റ്റീവ്ലി ആയിട്ട് പവർ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെക്കുക. ഇൻഡക്റ്റീവിൽ ഇതിൻ്റെ ഡെറിവേഷൻ ചെറിയൊരു ഡെറിവേഷനാണ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡെറിവേഷനാണ്. നിങ്ങൾക്ക് നല്ലപോലെ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് മനസ്സിലാവും. വളരെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡെറിവേഷനാണ്. ഇവിടെ നമുക്ക് I1 പകരമാണ് 1 മൈനസ് കെ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ I1 നമുക്ക് 1 മൈനസ് കെ എന്ന് എഴുതാമല്ലോ. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ. അപ്പോൾ ഈ കെ ഇൻറ്റു ഇൻപുട്ട് ചെയ്യുമ്പോൾ പവർ കണ്ടക്റ്റീവിൽ, ഇപ്പോൾ പവർ കണ്ടക്റ്റീവിൽ കെ ഇൻറ്റു ഇൻപുട്ടാണ്. പവർ ട്രാൻസ്ഫേർഡ് ഇൻഡക്റ്റീവിൽ ഇൻപുട്ട് ഇൻറ്റു 1 മൈനസ് കെ. അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ട് കൊണ്ട് മാറരുത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഇൻഡക്റ്റീവും ഉണ്ട് കണ്ടക്റ്റീവും ഉണ്ട്. അപ്പോൾ രണ്ടും കൂടിയാണ് ഇവിടെ നടക്കുന്നത്. മറ്റേ ട്രാൻസ്ഫോമർ ഓർഡിനറി ട്രാൻസ്ഫോമർ ആകുമ്പോൾ ഫുൾ ഇൻഡക്റ്റീവ് ആയിരിക്കും. അതായത് ഇവിടെ ഇലക്ട്രിക്കൽ കണക്ഷൻ ഉണ്ട്, ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ, ഇവിടെ ഡയറക്റ്റ് കണക്ഷൻ ഇതാ പോകുന്നുണ്ട്. പക്ഷേ എന്താണ്, ഒരു ഓർഡിനറി ട്രാൻസ്ഫോമർ എടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ് പ്രൈമറി സെക്കൻഡറി തമ്മിലുള്ള ഒരു ബന്ധം ഇലക്ട്രിക്കലി ആയിട്ട് അല്ലെങ്കിൽ കണ്ടക്റ്റീവ്ലി ആയിട്ട് യാതൊരു ബന്ധമില്ല. അവിടെ 100% ഇൻഡക്റ്റീവ് ആണ് വരുന്നത്. പക്ഷേ ഇവിടെ ബോത്ത് ഇൻഡക്റ്റീവും ആണ് കണ്ടക്റ്റീവും ആണ്. ഇനി അടുത്ത സേവിങ് ഓഫ് കോപ്പർ. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചോദിക്കാൻ വളരെ സാധ്യത ഉള്ള ഒരു ഭാഗമാണ് സേവിങ് ഓഫ് കോപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കുറച്ച് വലിയ ഡെറിവേഷനാണ്. ഇവിടെ സേവിങ് ഓഫ് കോപ്പർ നമുക്ക് നോക്കാം. നമുക്ക് വെയിറ്റ് ഓഫ് കോപ്പർ ഈസ് റിക്വയർഡ് ഇൻ എ വൈൻഡിങ്. അതായത് എത്ര വെയിറ്റ് ഓഫ് കോപ്പർ, എത്ര എമൗണ്ട് ഓഫ് കോപ്പർ വേണമെന്ന് നമ്മൾ നോക്കാം. അപ്പോൾ അതെങ്ങനെയായിരിക്കും? കറൻറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് വൈൻഡിങ് ഓഫ് ട്രാൻസ്ഫോമർ ആയിക്കാരം അല്ലേ. കറൻറ്റ് ഇൻറ്റു ടേൺസിൽ എത്ര ടേൺസ് വരുന്നുണ്ടോ അത്ര, അപ്പോൾ കറൻറ്റ് ഇൻറ്റു ടേൺസ് ആയിരിക്കും. അത് പ്രൊപ്പോർഷൻ ആയിരിക്കും കോപ്പർ റിക്കോർഡ് കറൻറ്റ് ഇൻറ്റു ടേൺസ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ഓഫ് കോപ്പർ എങ്ങനെ കാണാം? അതിൽ ടോട്ടലായിട്ട് നമുക്ക് പ്രൈമറിൻ്റെയും സെക്കൻഡറിൻ്റെയും ഇതിലായിരിക്കുമല്ലോ. അപ്പോൾ പ്രൈമറിൻ്റെയും സെക്കൻഡറിയും സം എടുക്കുക. I1 N1 പ്ലസ് I2 N2 എന്ന് എടുക്കുക. അപ്പോൾ അതിന് പ്രൊപ്പോർഷനിലായിരിക്കും എന്ത് കോപ്പർ റിക്വയർമെൻറ്റ്, എത്ര വെയിറ്റ് ഓഫ് കോപ്പർ വേണമെന്നുള്ളത്. ഇനി ഒരു ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ കേസിലാണെങ്കിൽ ഇതിപ്പോൾ ഒരു ഓർഡിനറി ട്രാൻസ്ഫോമർ. ഇനി ഒരു ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ സെക്കൻഡ് ഫിഗർ നോക്കി നോക്കുക. ഇവിടെ I1 2 രണ്ട് ഭാഗങ്ങളുണ്ട്. ഇവിടെ N2 ഇവിടെ N1 വരുന്നുണ്ട്. ഇവിടെ I2 മൈനസ് I1 ആണ് കറണ്ട് ഇവിടെ ഫ്ലോ ചെയ്യുന്നത്. I2 എന്ന് പറഞ്ഞ കറണ്ട് ലോഡിലേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് ഓഫ് കോപ്പർ റിക്കോർഡ് ഇൻ സെക്ഷൻ 1, 2. ഇവിടെ 1, 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. സെക്ഷൻ നോക്കി നോക്കൂ. 1, 2 ഒരു ചെറിയ സെക്ഷൻ ഉണ്ട് അല്ലേ. അവിടെ എങ്ങനെയായിരിക്കും? I1 N1 മൈനസ് N2 ആയിരിക്കും. I1 ഇൻറ്റു ഇവിടെ കൂടി പോകുന്ന കറണ്ട് I1 ഇൻറ്റു N1 മൈനസ് N2. ഇവിടെ പാരലായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ കറണ്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നത് കേട്ടോ. ഓക്കെ, ഇനി വെയിറ്റ് ഓഫ് കോപ്പർ റിക്കോർഡ് ഇൻ സെക്ഷൻ 2, 3 പറഞ്ഞ സെക്ഷനിൽ റെക്കോർഡ് ചെയ്യുന്ന കറണ്ട് എങ്ങനെയായിരിക്കും? N2 ഇൻറ്റു I2 മൈനസ് I1 ആയിരിക്കും അല്ലേ. ഓക്കെ, ഇനി ടോട്ടൽ വെയിറ്റ് ഓഫ് കോപ്പർ പറഞ്ഞാൽ ഇതിൻ്റെ സമ്മേക്കാരം ഈ സെക്ഷൻ 1 to 2ഉം 2 to 3നും സമ്മായിരിക്കും. അതായത് 1 to 3 എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ I1 N1 മൈനസ് N2 പ്ലസ് I2 മൈനസ് I1 ഇൻറ്റു N2 എന്ന് വരും. ഇനി ഇവിടെ വെയിറ്റ് ഓഫ് കോപ്പർ ഇൻ ഓട്ടോ ട്രാൻസ്ഫോമർ, ഇതിൻ്റെ രണ്ടിൻ്റെയും റേഷ്യോ എടുക്കുക. വെയിറ്റ് ഓഫ് കോപ്പർ ഇൻ ഓട്ടോ ട്രാൻസ്ഫോമറും വെയിറ്റ് ഓഫ് കോപ്പർ ഇൻ ഓർഡിനറി ട്രാൻസ്ഫോമറിൻ്റെയും കൂടി റേഷ്യോ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇവിടെ നമ്മൾ ഇത് ഇങ്ങനെ എഴുതാം. I1 N1 മൈനസ് N2 പ്ലസ് I2 മൈനസ് I1 N2 ബൈ I1 N1 പ്ലസ് I2 N2. അപ്പോൾ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിനെ ഇങ്ങനെ നമ്മൾ ഇത് ചെയ്ത് വരുമ്പോൾ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടും? 1 മൈനസ് N2 ബൈ N1 കിട്ടും. അപ്പോൾ N2 ബൈ N1 എന്താണ്? K ആണ് അല്ലേ. അപ്പോൾ Kനെ നമുക്ക് എങ്ങനെ എഴുതാം? K എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? N2 ബൈ N1 അല്ലെങ്കിൽ V2 ബൈ V1 അല്ലെങ്കിൽ I1 ബൈ I2 എന്നൊക്കെ നമുക്ക് K എഴുതാം. K എന്ന് പറഞ്ഞിട്ട് എന്താ? ട്രാൻസ്ഫോർമേഷൻ റേഷ്യോനാണ് K എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ റേഷ്യോ എന്താ എഴുതാം? 1 മൈനസ് K എന്ന് എഴുതിക്കൂടെ. അപ്പോൾ വെയിറ്റ് ഓഫ് കോപ്പർ ഇൻ ഓട്ടോ ട്രാൻസ്ഫോമറും വെയിറ്റ് ഓഫ് കോപ്പർ ഇൻ ഓർഡിനറി ട്രാൻസ്ഫോമറും എന്ത് വരും? അതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മൈനസ് K ആണ്.
ഇതെങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടും കേട്ടോ. അത് വളരെ സിമ്പിളായിട്ടുണ്ടാണ്. നിങ്ങൾ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെയും ഓർഡിനറി ട്രാൻസ്ഫോമറിൻ്റെയും അതിൻ്റെ രണ്ടിൻ്റെയും റേഷ്യോ ഒക്കെ വെയിറ്റ് ഓഫ് കോപ്പറിൻ്റെ റേഷ്യോ എടുത്തിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതിങ്ങനെ കിട്ടും. അപ്പോൾ വെയിറ്റ് ഓഫ് കോപ്പർ ഇൻ ട്രാൻസ്ഫോമർ നമ്മൾ WA എന്ന് പറഞ്ഞിട്ടുണ്ട് ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യും. ഇനി അതായത് വെയിറ്റ് ഓഫ് കോപ്പർ ഇൻ ഓട്ടോ ട്രാൻസ്ഫോമർ എങ്ങനെ കിട്ടും? 1 - K ഇൻറ്റു വെയിറ്റ് ഓഫ് കോപ്പർ ഇൻ ഓർഡിനറി ട്രാൻസ്ഫോമർ നമ്മൾ WO വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ WA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ കോപ്പർ എത്ര വരും? വെയിറ്റ് ഓഫ് കോപ്പർ എത്ര വരും? 1 - K ഇൻറ്റു WO എന്ന് വരും. O മീൻസ് ഓർഡിനറി ട്രാൻസ്ഫോമർ. ഇനി സേവിങ് ഓഫ് കോപ്പർ എങ്ങനെ വരും? അതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും. എത്ര ഡിഫറൻസ് വരും? അതായത് അതായത് ഓർഡിനറി ട്രാൻസ്ഫോമറിൻ്റെ കോപ്പറിൻ്റെ വെയിറ്റും മൈനസ് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ കോപ്പറിൻ്റെ വെയിറ്റും മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർഡിനറി ട്രാൻസ്ഫോമറിൻ്റെ വെയിറ്റും അതിന് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? WA - 1 - K ഇൻറ്റു WO എന്ന് കിട്ടും. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? നമുക്കത് K ഇൻറ്റു WO എന്ന് കിട്ടും. അപ്പോൾ K ഇൻറ്റു സേവിങ് ഓഫ് കോപ്പർ അപ്പോൾ എങ്ങനെ വരും? K ഇൻറ്റു ഓർഡിനറി ട്രാൻസ്ഫോമറിൻ്റെ കോപ്പറിൻ്റെ വെയിറ്റും. അപ്പോൾ സേവിങ് ഇൻ കോപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ K ഇൻറ്റു WT ആണ്. നമുക്ക് K ഇൻറ്റു W. അപ്പോൾ വെയിറ്റ് ഓഫ് കോപ്പർ ഇൻ ഓർഡിനറി ട്രാൻസ്ഫോമർ. അപ്പോൾ സേവിങ് ഓഫ് കോപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ K ഇൻറ്റു വെയിറ്റ് ഓഫ് കോപ്പർ ഇൻ ഓർഡിനറി ട്രാൻസ്ഫോമർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സേവിങ് ഓഫ് കോപ്പർ കിട്ടും. അപ്പോൾ ഈ ഒരു ഇത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക്. അപ്പോൾ ഇത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇതെങ്ങനെയാണ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യനിൽ എന്തായാലും ഇത് ചോദിക്കാൻ വളരെ സാധ്യത ഉണ്ട്. വളരെ സാധ്യത ഉണ്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് സേവിങ് ഓഫ് കോപ്പർ. വളരെ സിമ്പിളാണ്. നമുക്ക് ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ മെത്തേഡ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. വെയിറ്റ് ഓഫ് കോപ്പർ കാണാണ്ട് ഇക്വേഷൻ എന്താണ്? വെയിറ്റ് ഓഫ് കോപ്പർ അതായത് സാധാ ഓർഡിനറി ട്രാൻസ്ഫോമറിൻ്റെ എങ്ങനെ നമുക്ക് കാണാം? I1 N1 + I2 N2. അതായത് സെക്കൻഡറിയിൽ വരുന്ന കറൻറ്റും നമ്പർ ഓഫ് ടേൺസും പ്രൈമറിയിൽ വരുന്ന കറൻറ്റും നമ്പർ ഓഫ് ടേൺസിൻ്റെയും സമ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ഓഫ് കോപ്പർ എത്ര കോപ്പർ വേണമെന്ന് കാണാം. അതുപോലെ തന്നെ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ അതുപോലെ തന്നെ ചെയ്യുക. അതുപോലെ എന്നിട്ട് അതിൻ്റെ റേഷ്യോ എടുക്കുക. ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെയും ഓർഡിനറി ട്രാൻസ്ഫോമറിൻ്റെയും റേഷ്യോ എടുത്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ഇനി ഒരു ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കോപ്പർ നമുക്ക് കുറച്ച് മതി. രണ്ട് വൈറ്റിംഗ് ട്രാൻസ്ഫോമർ ആയിട്ട് സിമിലർ റേറ്റിങ്ങിലുണ്ട്. രണ്ട് ട്രാൻസ്ഫോമർ ആയതുകൊണ്ട് അവിടെ എന്താണ് കോപ്പർ വളരെ കുറച്ച് മതി. അത് ഹയർ എഫിഷ്യൻസി ആയിരിക്കും. ഹയർ എഫിഷ്യൻസിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുക. പിന്നെ ബെറ്റർ വോൾട്ടേജ് റെഗുലേഷൻ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ സ്മാളർ സൈസ് നമുക്ക് പോർട്ടബിൾ ആണ്, എല്ലായിടത്തും കൊണ്ട് നടക്കാൻ പറ്റും. പിന്നെ കുറഞ്ഞ എക്സൈറ്റിംഗ് കറണ്ട് മതി. സെയിം റേറ്റിങ്ങിലുള്ള രണ്ട് ട്രാൻസ്ഫോമർ കുറഞ്ഞ ഒരു എക്സൈറ്റിംഗ് കറണ്ട് കൊണ്ട് തന്നെ ഇത് എക്സൈറ്റ് ആവും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട് അവിടെ എന്താണ്, അവിടെ ഐസൊലേഷൻ ഇല്ല. അപ്പോൾ സേഫ് അല്ല. നമുക്ക് ഓട്ടോ ട്രാൻസ്ഫോമർ വോൾട്ടേജൊക്കെ കുറക്കുമ്പോൾ നമുക്ക് അത്രയ്ക്കും സേഫായിട്ട് നമുക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. സേഫായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ദർ ഇസ് നോ ഐസൊലേഷൻ. പിന്നെ ഇവിടെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെയിം നല്ല മച്ച് ലാർജ് വളരെ കൂടുതലായിരിക്കും. അതിൻ്റെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതും ഒരു ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. ഈ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് കൂടുതലായതുകൊണ്ട് എന്താണ് ലോസസും കൂടുതലാണ്. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഹൈ ആകുമ്പോൾ അത് വളരെ ഡാമേജ് ഉണ്ടാക്കാനുള്ള സാധ്യത കൂടും ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷനിൽ കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാണ്ട് പാരലൽ ഓപ്പറേഷൻ ഓഫ് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറാണ്. സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ പാരലൽ ഓപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ കണ്ടീഷൻസ് എന്തായാലും ഷുവറായിട്ടുള്ള ക്വസ്റ്റ്യന് ഷുവറാണ്. വളരെ ഷുവറായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് പാരലൽ ഓപ്പറേഷൻ. പാരലൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരലൽ ഓപ്പറേഷൻ്റെ വേറൊരു പേര് എന്ന് പറഞ്ഞാൽ സിങ്ക്രോണൈസേഷനാണ്. അപ്പോൾ സിങ്ക്രോണൈസേഷൻ എന്ന് പറഞ്ഞാലും പാരലൽ ഓപ്പറേഷൻ തന്നെയാണ് പറയാം. അപ്പോൾ അതൊരു സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ പാരലൽ ഓപ്പറേഷനാണ്. അപ്പോൾ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ പാരലൽ ഓപ്പറേഷൻ എന്താണ് പാരലൽ ഓപ്പറേഷൻ? അതായത് രണ്ട് ട്രാൻസ്ഫോമർ എ എന്ന് പറഞ്ഞ ട്രാൻസ്ഫോമർ ഉണ്ട്, പി എന്ന് പറഞ്ഞ ട്രാൻസ്ഫോമർ ഉണ്ട്. എ എന്ന് പറഞ്ഞ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി എല്ലാതും ഒറ്റ ബസ് ബാറിൽ കണക്ട് ചെയ്യാം.
എയും ബിൻ്റെയും പ്രൈമറി എന്താണ് ഒരു ബസ് ബാറിൽ കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ സെക്കൻഡറി ബസ് ബാറിൽ അതിൻ്റെ ഔട്ട്പുട്ടും കണക്ട് ചെയ്യുക. അപ്പോൾ ഇൻപുട്ട് എവിടെ വരും? പ്രൈമറി ബസ് ബാറിലും ഔട്ട്പുട്ട് സെക്കൻഡറി ബസ് ബാറിലും കണക്ട് ചെയ്യുക. ഈ സെക്കൻഡറിയിലാണ് നമ്മൾ ലോഡ് എടുക്കുക. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോഡ് ഷെയറിങ് കപ്പാസിറ്റി കൂടും. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഡ് ഷെയറിങ് കപ്പാസിറ്റി കൂടും. അപ്പോൾ ഇത് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ കുറച്ച് പെട്ടെന്ന് നമ്മൾ വെറുതെ പോയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവാണ്ട്, മെയിനായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ പൊളാരിറ്റി സാറ്റിസ്ഫൈഡ് ആവണം. അപ്പോൾ പൊളാരിറ്റി നമ്മൾ നോക്കണം. അതുപോലെ തന്നെ റോങ് കണക്ഷൻ ഉണ്ടെങ്കിൽ, ഇങ്ങനെ റോങ് കണക്ഷനാണ് നമ്മൾ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളാരിറ്റി ഒന്നും നോക്കാതെ നമ്മൾ തോന്നിയ പോലെയാണ് ഇത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഷോർട്ട് സർക്യൂട്ട് വരും, ട്രാൻസ്ഫോമർ ഡാമേജ് ആവും, അവിടെ ഫ്യൂസസും സർക്യൂട്ട് ബ്രേക്കറും ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ ഷോർട്ട് സർക്യൂട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഫുൾ ഡാമേജ് ആവും, ട്രാൻസ്ഫോമർ തന്നെ ഡാമേജ് ആവും, കത്തി പോകുമെന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അതുതന്നെയാണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പാരലൽ ഓപ്പറേഷൻ നടത്തുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഈ പാരലൽ ഓപ്പറേഷൻ നമ്മൾ ജനറേറ്റിംഗ് സ്റ്റേഷനിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലോഡ് ഷെയറിംഗ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാരലൽ ഓപ്പറേഷൻ നടത്തുന്നത്. നിങ്ങൾ സബ് സ്റ്റേഷനിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ പാരലായിട്ട് കണക്ട് ചെയ്തിട്ട് കാണാം. പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ സിംഗിൾ ഫേസ് ആകുമ്പോൾ അത്രക്ക് ഇതില്ല, പക്ഷേ 3 ഫേസ് ഒക്കെ ആകുമ്പോൾ വളരെ കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട്, നമുക്ക് ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ സിലബസിൽ പറയണത് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ പാരലൽ ഓപ്പറേഷൻ ആണ് ഇവിടെ പറയണത്. അപ്പോൾ എന്താണ് ബസ് ബാർ? ബസ് ബാർ പറഞ്ഞാൽ ഒരു കോമൺ ടെർമിനലാണ്. അതായത് എല്ലാ ട്രാൻസ്ഫോമറിൻ്റെയും ഇൻപുട്ട് ഒറ്റ ടെർമിനൽ കണക്ട് ചെയ്യും, ഔട്ട്പുട്ട് ഒരു ടെർമിനൽ കണക്ട് ചെയ്യും. ഇതൊക്കെ എന്താണ്, ഇതിന്നൊക്കെ നമുക്ക് ഔട്ട്പുട്ട്, സെക്കൻഡറി ബസ് ബാർ ആണെങ്കിൽ അവിടെ നമുക്ക് ഔട്ട്പുട്ട് എടുക്കാം. അപ്പോൾ ഇതാണ് ബസ് ബാർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ബസ് ബാർ എന്ന് കോമൺ ടെർമിനലൊക്കെ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും ബസ് ബാർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ ഇത് ട്രാൻസ്ഫോമർ കണക്ട് ചെയ്യണമെങ്കിൽ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ഒന്ന്, എന്തിനാണ് നമ്മൾ പാരലൽ ഓപ്പറേഷൻ നടത്തുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്ലൈ കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ട്രാൻസ്ഫോമർ, ഇപ്പോൾ നമ്മളൊരു ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ട്രാൻസ്ഫോമർ അവിടെ ഷട്ട് ഡൗൺ ആയി, അല്ലെങ്കിൽ അത് സപ്ലൈ എന്തെങ്കിലും ഫെയിലായി വന്നിട്ടുണ്ടെങ്കിൽ ഈ ബാക്കിയുള്ള ലോഡിനെ അത് എഫക്റ്റ് ചെയ്യാൻ പാടില്ല, ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതെന്താ ചെയ്യുക വെച്ചാൽ മറ്റുള്ള ട്രാൻസ്ഫോമർ എന്താണ്, ഇത് ലോഡിനെ ഷെയർ ചെയ്തെടുക്കും. അപ്പോൾ മറ്റുള്ള ഇപ്പോൾ കുറേ ട്രാൻസ്ഫോമർ ബസ് ബാറിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു ട്രാൻസ്ഫോമർ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള അവിടെ ലോഡ് സപ്ലൈ ഫെയിൽ ആവാതെ തന്നെ അവിടെ എന്ത് നടക്കും, സപ്ലൈ കണ്ടിന്യൂറ്റി കിട്ടും. അപ്പോൾ ഫസ്റ്റത്തെ റീസൺ അതാണ്. ഇനി രണ്ടാമത്തത് കപ്പാസിറ്റി. നമുക്ക് ട്രാൻസ്ഫോമർ പാരലായിട്ട് ആഡ് ചെയ്യണതിനനുസരിച്ച് സബ്സ്റ്റേഷൻ്റെ കപ്പാസിറ്റി, അതായത് മറ്റേ ട്രാൻസ്ഫോമറിൻ്റെ എക്സിസ്റ്റിംഗ് കപ്പാസിറ്റി കൂടും. അത് രണ്ടാമത്തതാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും മെയിൻ്റനൻസോ, ഏതെങ്കിലും ട്രാൻസ്ഫോമർ മെയിൻ്റനൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പയർ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് സപ്ലൈനെ ഇൻട്രപ്റ്റ് ചെയ്യാതെ നമുക്ക് അതിൻ്റെ മെയിൻ്റനൻസ് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പാരലൽ ഓപ്പറേഷൻ നടക്കുന്നത്. ഇത് ജനറേറ്റിംഗ് സ്റ്റേഷനിലൊക്കെ പാരലൽ ഓപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ പാരലൽ ഓപ്പറേഷൻ ചെയ്യാൻ കുറേ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ക്രൈറ്റീരിയ നമുക്ക് ശ്രദ്ധിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് പാരലൽ ഓപ്പറേഷൻ സാറ്റിസ്ഫൈഡ് ആവേണ്ട ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ കണ്ടീഷൻ ഫോർ സാറ്റിസ്ഫാക്ടറി പാരലൽ ഓപ്പറേഷൻ അപ്പോൾ എന്തൊക്കെയായിരിക്കും? ഫസ്റ്റ് നമുക്ക് പൊളാരിറ്റി. ഒരു സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ പാരലൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് പറയണത്. ഫസ്റ്റ് അതിൻ്റെ പൊളാരിറ്റി ചെക്ക് ചെയ്യണം. നമുക്ക് ഫേസ് ന്യൂട്രൽ ഒക്കെ. അപ്പോൾ അതിൻ്റെ പൊളാരിറ്റി നമ്മൾ ചെക്ക് ചെയ്തിട്ട് പൊളാരിറ്റി ചെക്ക് ചെയ്യണം. ഫസ്റ്റ് പൊളാരിറ്റി ചെക്ക് ചെയ്യാണ് ഫസ്റ്റ് ടെസ്റ്റ്. പിന്നെ നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വോൾട്ടേജ് റേഷ്യോ, രണ്ട് ട്രാൻസ്ഫോമറിൻ്റെയും വോൾട്ടേജ് റേഷ്യോ സെയിം വോൾട്ടേജ് റേഷ്യോ ആണ്. പിന്നെ പെർ യൂണിറ്റ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഇമ്പിഡൻസ് രണ്ട് ട്രാൻസ്ഫോമറിൻ്റെയും സെയിം ആവണം. പിന്നെ റിയാക്റ്റൻസ് ബൈ റെസിസ്റ്റൻസ് റേഷ്യോ, അതായത് റിയാക്റ്റൻസ് ബൈ റെസിസ്റ്റൻസ് റേഷ്യോ എന്താണ്, രണ്ട് ട്രാൻസ്ഫോമറിന് സെയിം ആവണം. അപ്പോൾ ഈ ഒരു 4 കണ്ടീഷൻ, ഒന്ന് പൊളാരിറ്റി, 2 വോൾട്ടേജ് റേഷ്യോസ്, 3 പെർസെൻറ്റേജ് ഇമ്പിഡൻസ്, 4 റെസിസ്റ്റൻസ് ബൈ റിയാക്റ്റൻസ് റേഷ്യോ, റെസിസ്റ്റൻസ് ബൈ റിയാക്റ്റൻസ് റേഷ്യോ. ഇത് 4 കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രം നമുക്ക് പാരലൽ ഓപ്പറേഷൻ
പാരലൽ ഓപ്പറേഷൻ നടത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതർവൈസ് ഡാമേജ് ആവും. എന്ത് ഡാമേജ് ആവും? ട്രാൻസ്ഫോമർ ഡാമേജ് ആവാനുള്ള, വൈൻഡിങ്ങിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കത്തിപ്പോകാനൊക്കെ ഉള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ പാരലൽ ഓപ്പറേഷൻ ഞാൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പാരലൽ ഓപ്പറേഷൻ ഇത്രയേ ഉള്ളൂ. സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറുടെ പാരലൽ ഓപ്പറേഷൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും 4 കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ നമുക്ക് പാരലൽ ഓപ്പറേഷൻ നടത്താൻ പറ്റുള്ളൂ. ഇനി അടുത്തത് ടാപ്പ് ചേഞ്ചസ് ഓഫ് ട്രാൻസ്ഫോമർ. നമുക്ക് ട്രാൻസ്ഫോമറിൽ ടാപ്പ് ചേഞ്ചിങ് മെക്കാനിസത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എങ്ങനെയൊക്കെ നമുക്ക് ടാപ്പ് ചേഞ്ചിങ് നടത്താം. എന്താണ് ടാപ്പ് ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഈ ടാപ്പ് ചേഞ്ചിങ് ഒക്കെ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ സെക്കൻഡറിയിലാണ് നമ്മൾ ടാപ്പ് ചേഞ്ചിങ് നടത്തുക. എന്തിനാ ടാപ്പ് ചേഞ്ച് ചെയ്യണം? ഇപ്പോൾ വോൾട്ടേജിൽ ഫ്ലക്ച്വേഷൻ വരികയാണെങ്കിൽ അത് ലോഡിനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതായത് സെക്കൻഡറിയിൽ നമ്മൾ ഓരോ ടാപ്പിംഗ് വെക്കും. ഇപ്പോൾ 230 വോൾട്ടിൽ. അപ്പോൾ 230 വോൾട്ടിൽ ഇടുകയാണെങ്കിൽ അവിടെ കോൺസ്റ്റൻറ്റ് സപ്ലൈ കിട്ടും. അപ്പോൾ ഈ വോൾട്ടേജ് കുറയുന്നതിനനുസരിച്ച് ഇപ്പോൾ നമുക്ക് വേണ്ട നീഡായിട്ടുള്ള 230 വോൾട്ടാണെന്ന് വിചാരിച്ചു. പക്ഷേ അതിൻ്റെ ടെർമിനൽ വോൾട്ടേജ് താഴെയാണ്. 220 വോൾട്ടിക്കോ 220കോ 250കോ താഴെയാണെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ പോയിട്ട് ഈ ടാപ്പ് ചേഞ്ച് ചെയ്യൽ ആ ടാപ്പ് ചേഞ്ച് ചെയ്യാം. ഇത് നമുക്ക് ലോഡഡ് കണ്ടീഷനിലും ചേഞ്ച് ചെയ്യാം, പിന്നെ നോ ലോഡ് കണ്ടീഷനിലും ടാപ്പ് ചേഞ്ചിങ് നടത്താം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, നമുക്ക് ഇവിടെ നമ്മൾ ഈ ഒരു സെക്കൻഡറി വോൾട്ടേജ് റേഷ്യോ നോക്കിയിട്ടാണ്. എങ്ങനെ സെക്കൻഡറി വോൾട്ടേജ് കാണാം? നമുക്കറിയാം V2 = V1/K ചെയ്താൽ മതി. K എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. അപ്പോൾ അങ്ങനെ നമുക്ക് സെക്കൻഡറി വോൾട്ടേജ് എടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇതിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ടാപ്പ് ചേഞ്ചസ് നമ്മൾ കൂടുതൽ കാണുന്നത് നമ്മൾ സബ്സ്റ്റേഷനിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ടാപ്പ് ചേഞ്ച് മെക്കാനിസം ഒക്കെ യൂസ് ചെയ്യണമായിട്ട് നമുക്ക് കാണാം. നമ്മൾ ഇൻറ്റേൺഷിപ്പിനൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. അവിടെ ടാപ്പ് ചേഞ്ചിങ് മെക്കാനിസം ഉണ്ട്. അവിടെ എങ്ങനെ ടാപ്പ് ചേഞ്ച് സെക്കൻഡറി ടെർമിനലിലാണ് ടാപ്പ് ചേഞ്ച്. കാരണം വോൾട്ടേജിൽ ഫ്ലക്ച്വേഷൻ വരികയാണെങ്കിൽ മാത്രമാണ് ഇവിടെ ടാപ്പ് ചേഞ്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ അവിടെ ടേൺസ് റേഷ്യോനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്, അവിടെ ടേൺസിനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ടേണിൻ്റെ ഇതിലാണ്, ടേണിങ്ങിലെങ്കിലോ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്പർ ഓഫ് ടേൺസിൽ വൈൻഡിങ്ങിൽ ഓരോ ടാപ്പിംഗ് ഉണ്ടാവും. അപ്പോൾ അതിൽ കിട്ടുന്ന, അപ്പോൾ ആ ടാപ്പിംഗ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് വോൾട്ടേജിനെ നമുക്ക് കൂട്ടും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനാണ് ടാപ്പ് ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കൂ, ഇവിടെ ഓരോ ടാപ്സുകളുണ്ട് അല്ലേ. പ്രൈമറി ആണിത്, ഇൻപുട്ട് ഇവിടെ കൊടുക്കും. സെക്കൻഡറിയിലാണ് ഔട്ട്പുട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ ഓരോ ടാപ്പിംഗ് കണ്ടോ. അപ്പോൾ ഇതിലേക്ക് ഇവിടുന്ന് കണക്ഷൻ ഇട്ട് കൊടുക്കുമ്പോൾ ഇതാണ് വീടിന്. നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ലോഡിനനുസരിച്ച്, അതായത് വോൾട്ടേജ് ടെർമിനലിലെ വോൾട്ടേജിനനുസരിച്ചാണ് നമ്മൾ ടാപ്പ് ചേഞ്ച് മെക്കാനിസം നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അവിടെ ടേൺസ് റേഷ്യോനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ ടാപ്പ് ചേഞ്ചിങ് എപ്പോഴും ഹൈ വോൾട്ടേജ് സൈഡിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുക. എന്താണ് ഹൈ വോൾട്ടേജിൽ പ്ലേസ് ചെയ്യുന്നത്? നമുക്ക് ഹൈ വോൾട്ടേജ് സൈഡിലുണ്ടാകുന്ന ടേൺസിനെ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് ഫസ്റ്റത്തെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. റീസൺ അതാണ്. പിന്നെ കറണ്ട് HVയിലുണ്ടാകുന്ന കറണ്ട് വളരെ കുറവായിരിക്കും. LV സൈഡിലുണ്ടാകുന്ന ലോ വോൾട്ടേജ് സൈഡിലുണ്ടാകുന്ന കറണ്ടിനേക്കാളും കുറവായിരിക്കും HV സൈഡിലുണ്ടാകുന്ന ഹൈ വോൾട്ടേജ് സൈഡിലുണ്ടാകുന്ന കറണ്ട്. അപ്പോൾ രണ്ടാമത്തത് അതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്പാർക്ക്ലെസ് ആയിട്ട് നമുക്ക് ടാപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലോഡഡ് കണ്ടീഷനിലൊക്കെ ആണെങ്കിൽ നമുക്ക് സ്പാർക്ക്ലെസ് ആയിട്ട് നമുക്ക് ടാപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുകൊണ്ടാണ് ടാപ്പ് ചേഞ്ചസ് എപ്പോഴും ഹൈ വോൾട്ടേജ് സൈഡിൽ കൊടുക്കാനുള്ള കാരണം. ഇനി നോ ലോഡ്, ഇപ്പോൾ ഇതാണ്. ഇവിടെ നോക്കൂ, ഓരോ ടാപ്പിംഗ് ഉണ്ട് അല്ലേ. 1 2 3 4 എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടാപ്പിംഗ് കാണാണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ടാപ്പ് ചെയ്യുന്നത്. നോ ലോഡിൽ അല്ലെങ്കിൽ ഓഫ് സർക്യൂട്ട് നോ ലോഡിലായിരിക്കും ഈ ഒരു ടാപ്പിംഗ് മെക്കാനിസം. നോ ലോഡിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ കിട്ടുമ്പോൾ നമുക്ക് സർക്യൂട്ട് ഇവിടെ കണ്ട ഒരു ലിവർ പോലത്തെ ഒരു സാധനം, ഈ ലിവർ പിടിച്ചിട്ട് തിരിക്കുക ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ തിരിക്കുമ്പോൾ നമുക്ക് ഓരോ ടാപ്പിംഗ് പൊസിഷനിലും അത് കിട്ടും. ഓക്കെ, ഒരു വീല് പോലത്തെ സാധനമായിരിക്കും. ഇനി നമുക്ക് ഓൺ ലോഡ് ടാപ്പ് ചേഞ്ചർ അല്ലെങ്കിൽ OLTC എന്ന് പറയും. അപ്പോൾ ഓൺ ലോഡ് ടാപ്പ് ചേഞ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോഡഡ് കണ്ടീഷൻ ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ടാപ്പ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതായത് ട്രാൻസ്ഫോമർ പോയിട്ട് ഓഫാക്കുക അല്ലെങ്കിൽ ഒന്നും വേണ്ട, നമുക്ക് ആ ലോഡഡ് കണ്ടീഷൻ പോകുമ്പോൾ തന്നെ നമുക്ക് അവിടെ പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുന്നത്? ഓൺ ലോഡ് ടാപ്പ് ചേഞ്ചർ അല്ലെങ്കിൽ OLTC എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളെ
സെക്കൻഡ് പാർട്ടിലുണ്ടത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മളെ മൊഡ്യൂൾ 5 ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. എല്ലാവർക്കും മൊഡ്യൂൾ 5 നല്ലോണം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ മൊഡ്യൂൾ 5 നല്ല വെയിറ്റേജ് ഉണ്ട്, 20% ആണ് വെയിറ്റേജ്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചു പോവുക. ഇതിൽ പ്രോബ്ലംസൊക്കെ വർക്കൗട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് ഇതിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ട്രാൻസ്ഫോമറിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഇതൊക്കെ നമ്മളെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കൊക്കെ റെഫറൻസ് ചെയ്യുക. അപ്പോൾ അതിൽ ഇതിനെക്കാട്ടും കൂടുതൽ നമുക്ക് പ്രോബ്ലംസൊക്കെ ഇഷ്ടംപോലെ പ്രോബ്ലംസൊക്കെ കാണാൻ കഴിയും. ഈ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ പ്രോബ്ലംസും അതുപോലെ തന്നെ EMF ഇക്വേഷൻ്റെ പ്രോബ്ലംസൊക്കെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ക്വസ്റ്റ്യനിൽ EMF ഇക്വേഷൻ എന്തായാലും ചോദിക്കും. അത് അതിൽ നിന്ന് പ്രോബ്ലംസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ പിന്നെ പാരലൽ ഓപ്പറേഷൻ എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പാരലൽ ഓപ്പറേഷനൊക്കെ നിങ്ങൾ നോക്കിയിട്ട് പിന്നെ സേവിങ് ഓഫ് കോപ്പറിൻ്റെ ഡെറിവേഷൻ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു 5th മൊഡ്യൂൾ ട്രാൻസ്ഫോമറിനെ പറ്റിയുള്ള ഈ ഒരു 5th മൊഡ്യൂൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നല്ല നോക്കിയിട്ട് പോവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു വെരി മച്ച്.